ശരി, ഇനി കോഴിക്കോട് ജില്ല പരിശോധിക്കുമ്പോൾ ജില്ലയിലും ഇത്തവണ 80%-ലധികം പോളിംഗ് രേഖപ്പെടുത്തി. പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ, കുന്നമംഗലം, ബേപ്പൂർ, കൊടുവള്ളി മണ്ഡലങ്ങളിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടുത്തെ റിപ്പോർട്ടുമായി ബെൻസൺ ബാബു ഉണ്ട്. സംസ്ഥാനത്താകമാനം പോളിംഗിലുണ്ടായിട്ടുള്ള വർധനവ് കോഴിക്കോട് ജില്ലയിലും മുന്നണികളെ അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഏറ്റവും അവസാനമായി പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം 81.19% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മണ്ഡലങ്ങളിലും 13 മണ്ഡലങ്ങളിലും കാര്യമായി തന്നെ പോളിംഗ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് കൂടുതൽ മണ്ഡലങ്ങളിലും വളരെയധികം പോളിംഗ് വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 4 മണ്ഡലങ്ങൾ മാത്രമാണ് 80%-ലധികം പോളിംഗ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ അത് 9 മണ്ഡലങ്ങളിലധികം അല്ലെങ്കിൽ 10-ലധികം മണ്ഡലങ്ങൾ ഇത്തരത്തിൽ 80%-ലധികം പോളിംഗിലേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുന്നമംഗലം, കുറ്റ്യാടി മണ്ഡലങ്ങളാണ്. പോളിംഗ് കുറഞ്ഞ മണ്ഡലങ്ങളായിരുന്നു കുന്നമംഗലവും കുറ്റ്യാടിയും. എന്നാൽ ഇത്തവണ അവിടെയും 80%-ന് മുകളിലേക്ക് ഈ പോളിംഗ് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പോളിംഗിന്റെ തോത് വർദ്ധിച്ചത് ഇരു മുന്നണികളെയും അവരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 2021 കണക്കുകളെടുത്ത് പരിശോധിച്ചാൽ തന്നെ 13 മണ്ഡലങ്ങളിലെ 11 മണ്ഡലങ്ങളിലും LDF ആണ് മേൽക്കൈ നേടിയിട്ടുണ്ടായിരുന്നത്, വിജയം നേടിയിട്ടുണ്ടായിരുന്നത്. 2 മണ്ഡലങ്ങൾ മാത്രമാണ് UDF-ന് നേടാനായിട്ടുണ്ടായിരുന്നത്. അത് വടകരയും കൊടുവള്ളിയുമാണ്. കോൺഗ്രസിന് നേടാൻ കഴിയാത്ത സീറ്റുകളാണ്. 2001 ശേഷം ഒരു MLA പോലും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അവിടെ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പ് തന്നെയാണ് കോൺഗ്രസിനെയും UDF-നെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ജില്ലയിൽ പരമാവധി മണ്ഡലങ്ങളിൽ വിജയം നേടുക, കൂടുതൽ വോട്ടുകൾ നേടുക എന്നുള്ളത് തന്നെയായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. അത് ഏതു നിലയിൽ വർക്കായിട്ടുണ്ട് എന്നുള്ളതിന്റെ ചർച്ചകളാണ് ഈ ഏറ്റവും അവസാനം പോളിംഗ് ഇത്രത്തോളം കൂടി നിൽക്കുന്ന ഘട്ടത്തിലും മുൻപോട്ട് പോകുന്നത്. ഏറ്റവും പ്രധാനം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കുന്നമംഗലം, കുറ്റ്യാടി മണ്ഡലങ്ങളിൽ 80%-ന് മുകളിലേക്ക് പോളിംഗ് പോയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുമാത്രമല്ല, ഈ പോളിംഗിന്റെ സമയത്ത് ഉൾപ്പെടെ പല മണ്ഡലങ്ങളിലും കള്ളവോട്ട് ഉൾപ്പെടെയുള്ള പരാതികൾ ഉയർന്നു വന്നിരുന്നു. പ്രധാനമായും നാദാപുരം, പേരാമ്പ്ര, അതോടൊപ്പം തന്നെ ബേപ്പൂർ അടക്കമുള്ള മണ്ഡലങ്ങളിലാണ് കള്ളവോട്ട് ആരോപണങ്ങൾ നിരവധിയായി ഉയർന്നു വന്നതും അതിൽ പല നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, 6 മണിക്ക് ശേഷവും നിരവധി ഇടങ്ങളിൽ വലിയ ക്യൂ, ആളുകൾ വോട്ട് ചെയ്യാനുള്ള വലിയ ക്യൂ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. SIR-ന് ശേഷം നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് അത് അത്രത്തോളം പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ ആളുകൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഉയർന്ന പോളിംഗിൽ നിന്നും, കോഴിക്കോട് ജില്ലയിലെ ഉയർന്ന പോളിംഗിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, ഇനി കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കണ്ണൂരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒടുവിൽ പുറത്തുവിട്ട കണക്കുകളിൽ 78.48% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. CPIM പുറത്താക്കിയ നേതാക്കൾ മത്സരിക്കുന്ന തളിപ്പറമ്പിലും പയ്യന്നൂരിലും 80%-ലധികം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ എങ്ങനെയായിരുന്നു സാഹചര്യം എന്ന് നമുക്ക് നിഖിലിനോട് ചോദിച്ചറിയാം. പതിവില്ലാത്ത വിധം അതിശക്തമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങൾ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ആകെ ശ്രദ്ധയാകർഷിച്ച തെരഞ്ഞെടുപ്പ് കാലമാണ് കണ്ണൂരിൽ കടന്നുപോകുന്നത്. തളിപ്പറമ്പും പയ്യന്നൂരും പാർട്ടി മാറി മത്സരിക്കുന്ന വി കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും സംസ്ഥാനത്താകെ ചർച്ചയാവുന്ന കാഴ്ച കണ്ടതാണ്. ഈ 2 മണ്ഡലങ്ങളിലും ആവേശകരമായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം. അതിൻ്റെ പ്രതിഫലനമായിരുന്നു ഇന്ന് നടന്ന വോട്ടെടുപ്പും. 2 മണ്ഡലങ്ങളിലും 80%-ന് മുകളിലേക്ക് പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിനൊപ്പം ധർമ്മടത്തും 80%-ന് മുകളിലാണ് പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മട്ടന്നൂരിലും 80%-ന് മുകളിൽ പോളിംഗ് ഉണ്ട്. ജില്ലയിലാകെ 78%-ന് മുകളിലാണ് വോട്ടർമാർ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത്. കണ്ണൂരിൽ ഇന്ന് പ്രമുഖരായ പല രാഷ്ട്രീയ നേതാക്കളും ഒപ്പം തന്നെ സാംസ്കാരിക രംഗത്തുള്ളവരും എല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായിയിലെ RC അമല ബേസിക് സ്കൂളിൽ രാവിലെ വോട്ട് രേഖപ്പെടുത്തി. KPCC അധ്യക്ഷനും പേരാവൂരിലെ UDF സ്ഥാനാർത്ഥിയുമായ സണ്ണി ജോസഫ്, പേരാവൂരിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, എഴുത്തുകാരായ T പത്മനാഭൻ, M മുകുന്ദൻ തുടങ്ങിയവരെല്ലാം തന്നെ ഇന്ന് അതിരാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തിയവരായിരുന്നു. ഏതായാലും വലിയ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും തന്നെ കണ്ണൂരിലെ തെരഞ്ഞെടുപ്പിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതും ആശ്വാസകരമായ കാര്യമാണ്. മലപ്പട്ടത്ത് UDF സ്ഥാനാർത്ഥിയായ TK ഗോവിന്ദനെ പോളിംഗ് അവസാനിക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന CPIM പ്രവർത്തകർ കൂവിയതുൾപ്പെടെയുള്ള ചെറിയ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ചിലയിടങ്ങളിൽ മാത്രമാണ് ചെറിയ സംഘർഷങ്ങളെങ്കിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. പയ്യന്നൂരിൽ കള്ളവോട്ട് ആരോപണവുമായി UDF സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണൻ രംഗത്തെത്തുന്നതും അതിന് മറുപടിയുമായി LDF സ്ഥാനാർത്ഥി TI മധുസൂദനൻ രംഗത്തെത്തുന്നതും ഇന്ന് കണ്ടു. ഏതായാലും സമാധാനപരമായ ഒരു തെരഞ്ഞെടുപ്പ് നടപടിക്രമമാണ് വോട്ടെടുപ്പ് ദിനത്തിൽ കണ്ണൂരിൽ പൂർത്തിയായിരിക്കുന്നത്. 78%-ന് മുകളിലേക്ക് കണ്ണൂർ പോളിംഗ് രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ, ന്യൂസ് മലയാളം, കണ്ണൂർ.